ഹായ് ഡിയർ, നിങ്ങളിപ്പോൾ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് എന്താണ് നോക്കിയിട്ടുള്ളത്? ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കായി പോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതാണ് ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളെന്നുള്ള വ്യക്തി നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ചിലപ്പോൾ റിലേഷൻഷിപ്സ് ബ്രേക്ക് ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കരിയർ ബേസിസിലോ ഫാമിലി ബേസിസിലോ ഒക്കെയും നിങ്ങൾ എങ്ങനെയൊക്കെയോ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവണം. അവിടെ ഈ ഒരു സാഹചര്യം ഈശ്വരനായിട്ട് കൊണ്ടുവന്നതാണെന്നും ഈ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ടെന്നും അവിടെ നിങ്ങൾക്ക് ലൈഫ് ലെസൺസും പേഴ്സണൽ ഗ്രോത്തും ഒക്കെ ഉണ്ട് എന്നുമാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യത്തെ സമീപിക്കുന്നത് വളരെ ആവേശത്തോടു കൂടിയാണ്, വളരെ സമാധാനത്തോടു കൂടി കാര്യങ്ങൾ നോക്കി കാണേണ്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെ ആവേശത്തോടു കൂടി ഈ ഒരു സിറ്റുവേഷനെ ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈശ്വരൻ നിങ്ങളെ ഒരു പാതയിലൂടെ നടത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യം വളരെ കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങളുടെ പഴയ സിറ്റുവേഷനിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ പഴയ റിലേഷൻഷിപ്സിലേക്കോ അല്ലെങ്കിൽ ആ ഒരു പഴയ ഒരു രീതിയിലേക്ക് വരാനായിട്ടുള്ള ശ്രമമായിരിക്കാം. എന്തായാലും വളരെ ആവേശത്തോടു കൂടി നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സിറ്റുവേഷൻ ഈശ്വരനായിട്ട് ക്രിയേറ്റ് ചെയ്ത് നൽകിയിട്ടുള്ളതാണെങ്കിൽ അവിടെ ഈശ്വരനായിട്ട് തന്നെ ഒരു നീതി നിങ്ങൾക്ക് നടപ്പിലാക്കും. ആ നീതി മിക്കവാറും നിങ്ങളെ ഈ ഒരു ലോൺലിനെസ്സിലൂടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പല കാര്യങ്ങൾ പഠിപ്പിച്ച് തരാനുണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു ഗ്രോത്തും ആയിരിക്കും ഡിവൈൻ അവിടെ കൊണ്ടുവരാൻ പോകുന്നൊരു നീതി. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു അനീതി നിങ്ങളുടെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഈശ്വരൻ അതിനൊരു നീതി നടപ്പിലാക്കും. നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്രോത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ ഡിവൈൻ നൽകിയിരിക്കുന്ന ആ ഒരു ഫേസിലൂടെ നിങ്ങൾ കടന്നു പോയേ മതിയാകൂ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ ഡിയർ, ഇതിനു മുമ്പ് ഞാൻ 24-ാം തീയതി അപ്ലോഡ് ചെയ്ത ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അടുത്ത റീഡിങ്ങിൽ റിഡക്ഷൻ ഉണ്ടായിരിക്കും, അവർക്ക് റീഡിങ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലെന്ന്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ID നെയിം സോന ഗോപാൽ എന്നാണ്, ആളാണ് ഫസ്റ്റ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓഫർ കൊടുത്തിരുന്നത്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ സുനിത 2487 ആളാണ് ഫസ്റ്റ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും റീഡിങ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അവർക്കൊരു പേയ്മെൻറ്റിൽ റിഡക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ ഡിയർ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, നല്ലത് വരട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഡിവൈൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡിയർ.